എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 19 അധ്യായം വാക്യങ്ങൾ 1 മുതൽ 10 വരെ. വെളിപ്പാട് പുസ്തകം 19 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തൻ്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുകൊണ്ട് അവൻ്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. അവർ പിന്നെയും ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിൻ്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവീൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിൻ്റെ സഹോദരന്മാർക്കും സഹഭൃത്തിനത്രേ. ദൈവത്തെ നമസ്കരിക്കാം. യേശുവിൻ്റെ സാക്ഷ്യമോ പ്രവചനത്തിൻ്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ മറ്റൊരു പ്രഭാതം ആയുസ്സിൽ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൂടെ ഇന്നത്തെ പകൽക്കാല ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ 7ാമത്തേതും അവസാനത്തേതുമായ ഒരു ഗാനം ഇന്ന് വായിച്ച വേദഭാഗത്ത് കാണുന്നു. ഈ ഗാനം അത് അംഗീകരിക്കുന്ന ബാബിലോണിൻ്റെ പതനത്തിനും ക്രിസ്തുവിൻ്റെ വരവിനും പുതുസൃഷ്ടിയുടെ ആരംഭത്തിനും ഇടയ്ക്കുള്ള പാലമായി കരുതപ്പെടുന്നു. 1 മുതൽ 3 വരെയും 6 മുതൽ 8 വരെയുമുള്ള വാക്യങ്ങൾ അനുസരിച്ച് ഈ അന്തിമമായ ഒരു സ്തുതിഗീതം സ്വർഗത്തിൽ ഒരു മഹാപുരുഷാരത്തിൽ നിന്നാണ് ഉയരുന്നത്. ഒരു സാധാരണഗതിയിലുള്ള കുറച്ച് ആളുകളുടെ ഗീതമല്ല. 24 മൂപ്പന്മാരും 4 ജീവികളും ആമീൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഈ ഗാനത്തോട് പ്രതികരിക്കുന്നു. ദൈവത്തിൽ നിന്നല്ല, സിംഹാസനത്തിൽ നിന്ന് തന്നെയുള്ള ഒരു സ്വരം പുരുഷാരത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു, അവൻ്റെ സകല ദാസന്മാരുമായുള്ളവരെ ദൈവത്തെ സ്തുതിപ്പിൻ. ഒന്നാമത്തെ ഹല്ലേലൂയ, ദൈവം തൻ്റെ ദാസന്മാരുടെ രക്തത്തിന് പ്രതിക്രിയ ചെയ്ത ന്യായവിധി മൂലം നടത്തിയ വിമോചനത്തിന് വേണ്ടി ദൈവത്തിന് സ്തുതി കരയേറ്റുന്നതാണ്. ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുകയും ന്യായം വിധിക്കുകയും ചെയ്യുവാൻ ഇനി എത്രത്തോളം എന്ന് 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതാണ്. ഇത് യാഗപീഠത്തിന് കീഴേയുള്ള ആത്മാക്കളുടെ നിരാശാപൂർണമായ പ്രാർത്ഥനയായിരുന്നു. സാത്താൻ കീഴ്പോട്ട് എറിയപ്പെട്ട് കഴിഞ്ഞ് സ്വർഗത്തിൽ കേട്ട വലിയ ശബ്ദത്തിൻ്റെ ഒരു പ്രതിധ്വനിയും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതാ രക്ഷയും നമ്മുടെ ദൈവത്തിൻ്റെ അധികാരവും രാജ്യവും
വന്നിരിക്കുന്നു. ബഹുപുരുഷാരം ഈ സത്യം ഉറപ്പാക്കുന്നു. ദൈവത്തിൻ്റെ ന്യായവിധികൾ സത്യവും ന്യായവും ആകുന്നു എന്ന് അവർ സമ്മതിക്കുകയാണ്. രക്ഷ വരുന്ന സത്യസന്ധവും യുക്തവുമായ വഴി ന്യായവിധിയാണ്. വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധിക്കുള്ള വിമോചനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിമോചന സ്വഭാവം പലപ്പോഴും മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ ശിക്ഷാവിധിയുടെ സ്വഭാവം മറന്നുപോകാതെ ജീവിക്കാനുള്ള ശക്തമായ പ്രേരണ വെളിപ്പാട് പുസ്തക വായനയിലൂടെ നമുക്ക് ലഭിക്കുന്നു. എപ്പോഴും ഹല്ലേലൂയ പറയുകയും പാടുകയും ചെയ്യുന്നവർ സുവിശേഷത്തെ വ്യക്തികളുടെ ആത്മരക്ഷയ്ക്കുള്ളതായി പരിമിതിപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ള മനുഷ്യർക്ക് സൃഷ്ടിക്കും സമ്പൂർണ്ണ വിനാശവും ശിക്ഷാവിധിയുമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ ന്യായവിധി വേർതിരിക്കൽ എന്ന തരത്തിലാണ് കാണുന്നത്. ഗ്രീക്ക് ഭാഷയിൽ ക്രിസിസ് എന്നൊരു വാക്കാണ്. ന്യായവിധിയിൽ ഇങ്ങനൊരു വേർതിരിക്കലുണ്ട്. ബഹുപുരുഷാരം ദൈവത്തെ പുകഴ്ത്തുന്നത് തിന്മയായതും നാശത്തിന് വിധിക്കപ്പെട്ടതുമായ മൃഗീയ അധികാരത്തെ, ബാബിലോണിനെ അവൻ്റെ ന്യായവിധി തിരഞ്ഞ് വേർതിരിച്ച് എടുത്തിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ഇത് മൃഗീയ ശക്തിക്ക് ഇരകളായവരെ ആദ്യവും അതിൻ്റെ ശക്തിയാൽ അന്ധകാരപ്പെട്ടവരെ പിന്നീടും ദൈവത്തെ സ്തുതിക്കുന്നതിനും അവൻ്റെ ന്യായവിധി അംഗീകരിക്കുന്നതിനും സ്വതന്ത്രരാക്കുന്നു. ഏഴാമത്തെ കാഹളം ധ്വനിച്ചു കഴിയുമ്പോൾ 24 മൂപ്പന്മാർ ദൈവത്തെ ഭയപ്പെടുന്ന ചെറിയവരും വലിയവരുമായവരെ ദൈവത്തെ സ്തുതിപ്പാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പാടുന്ന ഗീതം സിംഹാസനത്തിൽ നിന്നുള്ള സ്വരം ഏറ്റെടുക്കുന്നു. ദൈവത്തിൻ്റെ രാജ്യത്തെ അംഗീകരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അതിനെ അംഗീകരിച്ച് ഏറ്റുപറയുന്ന ഈ ഗാനത്തോട് ബന്ധപ്പെട്ടതാണ് പുരുഷാരത്തിൻ്റെ മറുപടി. സകലത്തിൻ്റെയും ഭരണാധിപനായ കർത്താവായ ദൈവം അവൻ്റെ രാജ്യത്വം സ്ഥാപിച്ചിരിക്കുന്നു. പുരുഷാരം ആർത്തു വിളിക്കുന്നത് പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ഇടിമുഴക്കത്തിൻ്റെ ഗർജനം പോലെയും തോന്നും. വേശ്യ ഇരുന്നത് പെരുവെള്ളത്തിന്മേലാണ്. ഈ പെരുവെള്ളങ്ങൾ ജനങ്ങളും പുരുഷാരവും ജാതികളും ഭാഷക്കാരുമാണ്. 17-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വായിച്ചതാണ്. അടിച്ചമർത്തപ്പെട്ട ജനതകൾ അവളുടെ ഭരണത്തിന് കീഴിൽ മിണ്ടാതാക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ അവർ ഹല്ലേലൂയ എന്ന് ആർക്കാനും സന്തോഷിക്കാനും തക്കവണ്ണം സ്വതന്ത്രരാണ്. യോഹന്നാനോട് സംസാരിച്ച ഒരുവൻ്റെ ശബ്ദവും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു എന്ന് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. അവൻ സ്വതന്ത്രരാക്കിയവർ അവൻ്റെ ശബ്ദത്തെ പ്രതിധ്വനിപ്പിക്കുന്നു. കുഞ്ഞാടും വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികളാകുന്ന വിശേഷ വസ്ത്രം ധരിച്ച മണവാട്ടിയും തമ്മിലുള്ള കല്യാണത്തിൻ്റെ കാലവും വന്നണഞ്ഞു. തൻ്റെ മണവാട്ടിയായി താൻ രക്ഷിച്ച ബഹുപുരുഷാരം ഉൾപ്പെടെ വിധിക്കപ്പെട്ട കുഞ്ഞാട് രാജ്യത്വം സ്ഥാപിച്ചിരിക്കുന്നു. നമ്മളെ സ്നേഹിച്ചവൻ നമ്മെ ഒരു പുരോഹിത രാജ്യമാക്കിയിരിക്കുന്നു. ഇത് ആദ്യ ഗീതത്തിൽ പറഞ്ഞിട്ടുണ്ട്, 1-ാം അധ്യായത്തിൽ. ഈ കാര്യം തന്നെ ഇവിടെ ഒരു രാജകീയ വിവാഹ ആഘോഷ രീതിയിൽ അവതരിപ്പിക്കുന്നു. ഈ ഒരു രൂപകം പല കാര്യങ്ങളെ ഒന്നിച്ച് ചേർത്തിട്ടുണ്ട്. ഇസ്രായേലിനെ ദൈവത്തിൻ്റെ മണവാട്ടിയായി ചിത്രീകരിച്ചുകൊണ്ട് ഹോശേയ പ്രവാചകൻ 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം അവിടെ അങ്ങനെ രേഖപ്പെടുത്തുന്നു. സഭയെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി ചിത്രീകരിച്ചിരിക്കുന്നുണ്ട്. എഫേസ്യർ 5-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഒരു വിരുന്ന് നടക്കുന്ന ദർശനമായി ഇവിടെ ഇതിനെല്ലാം സംയോജിപ്പിച്ചിരിക്കുകയാണ്. ഈ മണവാട്ടി വേശ്യയ്ക്ക് ഘടകവിരുദ്ധമാണ്.
സമ്പത്തിൻ്റെ എല്ലാ പ്രൗഢിയും പ്രകടിപ്പിക്കുന്നവളും, വിശുദ്ധന്മാരുടെ രക്തം കുടിച്ച് ഉന്മത്തയുമായ വേശ്യയ്ക്ക് കുഞ്ഞാടിനാൽ വീണ്ടെടുക്കപ്പെട്ടവരും അവർക്ക് വേണ്ടി കഷ്ടത സഹിച്ച വിശുദ്ധന്മാരിൽ നിന്നും അവർക്ക് ലഭിച്ച നീതിയുടെ ശുദ്ധവസ്ത്രം ധരിച്ചവരുമായ ജനതകളാണ് ഇവർ രക്തസാക്ഷികൾ. തങ്ങളുടെ അങ്കികളെ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി വെണ്മയാക്കിയിരിക്കുന്നു. 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമുക്കത് വായിക്കാം. അവർ കുഞ്ഞാടിൻ്റെ കല്യാണത്തിനായി നീതിയുടെ വസ്ത്രം മനുഷ്യവർഗത്തിൻ്റെ വൻ സംഘങ്ങൾക്ക് നൽകുന്നു. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ അന്തിമ ഫലത്തെക്കുറിച്ചുള്ള മുൻകൂട്ടിയുള്ള ഒരു പ്രതീക്ഷയാണ് യോഹന്നാൻ കേൾക്കുന്നത്. ചരിത്രത്തിൻ്റെ ഭീകരതകളും അവ്യക്തതകളും ഇപ്പോഴും നേരിടുന്നവർക്ക് വേണ്ടി അത് എഴുതി വയ്ക്കണം. ഇതെഴുതുക: കുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യമുള്ളവർ. യോഹന്നാനെ ഭരമേൽപ്പിച്ച ഒരു പ്രവാചക സന്ദേശമാണിത്. അത് അദ്ദേഹത്തെ മാലാഖമാരോടും അപ്പോസ്തലന്മാരോടും പ്രവാചകന്മാരോടും ഒപ്പം ഒരു സഹഭൃത്യനായി അന്തിമ ദർശനത്തിൽ അവതരിപ്പിക്കുന്നു. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു കൂട്ടം എന്ന തരത്തിൽ ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രധാരികളായി ആ വലിയ മഹാസംഗമത്തിൻ്റെ ഓഹരിക്കാരാകാൻ ദൈവം നമ്മെല്ലാവരെയും ക്ഷണിക്കുന്നു. ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട ജനത ഈ വലിയ പുരുഷാരത്തിൻ്റെ ഭാഗമാകും. ആ ഒരു വലിയ മഹത്വ പ്രത്യാശ നമ്മുടെ അനുദിന ക്രിസ്തീയ ജീവിതത്തെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായ ഞങ്ങൾക്ക് നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. പുതിയ സാധ്യതകളുമായി പുതിയ പകലിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ കരുണയും കൃപയും കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ, ജോലിവേലകളിൽ, ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ ദൈവം നമ്മുടെ കൃപയും കരുതലും ആലോചനയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ദൈവകൃപ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. വരാമായിരിക്കുന്ന ആപത്തനർത്ഥങ്ങൾ വിടുവിച്ചുകൊള്ളണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും കരുണയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണം. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും വഴി നടത്തലും ആലോചനയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.